മമ്മി ഓണമൊക്കെ എവിടം വരെയായി? എന്താ പരിപാടികൾ ഓണമായിട്ട് നമ്മളിന്ന് ഒരു കൂട്ടുകറി വെക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മുടെ ഓണത്തിന് കൂട്ടുകറിയാണ് ഇന്ന് വെക്കുന്നത്. എല്ലാ കറികളും നമ്മുടെ മറ്റേ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് ഈ കൂട്ടുകറി ഉണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചു. കൂട്ടുകറിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് പറഞ്ഞ് കഷ്ണങ്ങളൊക്കെ? കൂട്ടുകറിക്ക് ചേന, കായ, കായൊക്കെ ഇവിടെ നന്നാക്കി ന്യൂസ് പേപ്പർ ഇട്ട് വെച്ചേക്കണം. എന്താണെന്ന് വെച്ചാൽ മുറത്തിലൊക്കെ കറ പറ്റും. അതുകൊണ്ടാണ്. ഏത്തക്കായ ഉണ്ട്, കണ്ടോ, ചേനയുണ്ട്, ബീട്രൂട്ട് ഉണ്ട്, എല്ലാ കഷ്ണവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള കഷ്ണങ്ങളല്ലാത്ത എല്ലാ കഷ്ണവും നമുക്ക് സ്ക്വയറായിട്ട് അരിഞ്ഞങ്ങ് ചേർക്കാം. പിന്നെ ഇത് കണ്ടോ, കടല വേവിച്ച് ഇപ്പോൾ മാറ്റി വെച്ചേക്കണാണ്. കടല വേവിച്ച് വെച്ചിട്ടുണ്ടോ. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് തേങ്ങയൊക്കെ വറുത്തരച്ച് ചേർത്ത് ഉണ്ടാക്കണേ. അപ്പോൾ മമ്മി ഇതൊന്ന് അരിഞ്ഞെടുക്കട്ടെ, നമുക്ക് എന്നിട്ട് ബാക്കി കാണാം കേട്ടോ. മമ്മി എന്നാൽ ഞാൻ ഈ തൽക്കാലത്തേക്ക് നമുക്കൊന്ന് അരിഞ്ഞിട്ട് കാണിക്കാം. ഇനി എന്തോരം പണിയാ മമ്മി ഇരിക്കണത്. കേട്ടോ, ഓണം. മമ്മിക്ക് അതാണ് ഇന്ന് തിരക്ക്, ഭയങ്കര തിരക്ക്. അപ്പോൾ ഏത്തക്കായൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ പണികളുണ്ട്. അപ്പോൾ ഏതായാലും ഇതിന്ന് കാണിച്ചു തരാം കേട്ടോ, ഇന്നത്തെ ഈ കറി. അപ്പോൾ മമ്മി ഇതൊന്ന് അരിഞ്ഞെടുക്കാം. കൂട്ടുകറി എന്ന് പറയുന്നത് ഇതേ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ചേന, കായ, ബീട്രൂട്ട്. ഒരു ബീട്രൂട്ട് ഇടണം, അപ്പോൾ ആ കൂട്ടുകറിക്ക് നല്ലൊരു കളർ വരും. പിന്നെ ചേരേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് ചേർക്കാം കേട്ടോ, ഇഷ്ടമുള്ള പോലെ. കൂട്ടുകറി എന്ന് പറഞ്ഞാൽ ഏത് സാധനങ്ങളും ചേർക്കാം. അരിഞ്ഞ് ബാക്കി വരുന്നതൊക്കെ നമ്മൾ കൂട്ടുകറിക്കിടും. മുരിങ്ങക്കായ ഇടാം, പക്ഷേ എല്ലാവർക്കും ചവയ്ക്കാൻ പാടില്ലേ. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ശകലം ഉപ്പുപൊടി ഇടുവാണ്. ഉപ്പുപൊടി ലേശം വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കാം. ഇതിന് തേങ്ങ നമ്മൾ വറുത്ത് അരയ്ക്കുവാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ കടലയും കൂടി ഇടുക കേട്ടോ. അത് കണ്ടോ, കടല. ഇനി കടല കുതിർത്തി വേവിച്ചതാണ്. ഇത് ഒന്നും കൂടെ അടുപ്പത്ത് വെച്ച് നമുക്ക് വേവിക്കാം, എന്നിട്ട് അരക്കി വെക്കാം. കൂടെ നമുക്ക് ഇച്ചിരി പെരുംജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇച്ചിരി അധികം ഇട്ടേക്കണേ. പെരുംജീരകം ഇത് വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി മസാലകൾ ചേർക്കാം. മല്ലിപ്പൊടി ഇട്ടു. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ പരുവായി ഉണ്ടോ. നമ്മൾ ആ ബീട്രൂട്ട് ഇട്ടുകൊണ്ട് നല്ലൊരു കളർ കണ്ടോ. ഇനി നമുക്ക് ഈ അരപ്പ് അങ്ങോട്ട് ഇടാം. ഇത് കണ്ടോ, ഇതിൻ്റെ കൂടെ പെരുംജീരകവും കുരുമുളക് പൊടി ഇട്ടാണ് നമ്മൾ വറുത്തേക്കണത്. നമ്മളിത് ഇടുക. ഇത് തരിതരിപ്പ് വേണം അരയ്ക്കുമ്പോൾ കേട്ടോ. നമുക്ക് കടുക് പൊട്ടിക്കാം കേട്ടോ. ഈ മുളക്, ഉണക്കമുളക് ഉണ്ടോ. ഈ തേങ്ങ വറുത്തിടണം. കാണിച്ചു തരാം. കട, തേങ്ങ കൊത്തി വറുത്തിടണം. എന്നെങ്കിലേ അതിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. എല്ലാവരും ഇങ്ങനെയും ചെയ്യണം. കൂട്ടുകറി എന്ന് പറഞ്ഞാൽ തേങ്ങ വെറുതെ പച്ചത്തേങ്ങ ഒന്നും അരച്ച് കൂട്ടുകറി ഉണ്ടാക്കി അതിൻ്റെ പേര് കളയരുത് ആരും. ഇതങ്ങോട്ട് വറുത്തല്ല നമ്മൾ അതിലേക്ക് ഇട്ടിളക്കി അല്ലോ. കൂട്ടുകറി റെഡിയാവും. ഇത് ഇരിക്കുമ്പോൾ
ഇതിൻ്റെ വെള്ളമൊക്കെ അങ്ങ് പറ്റും. ഇലയുടെ കുമ്പത്ത് വിളമ്പാൻ പാകത്തിന് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. നമുക്ക് വീണ്ടും റെഡി ആയിട്ട് കാണാം. ബൈ.